മോളെ മമ്മി മോളെ അയ്യോ മമ്മി നോക്കട്ടെ. വേദനയുണ്ടോ പോക്ക്? മമ്മി നമുക്ക് ഇവിടുന്ന് പോവാം മമ്മി. ഞാൻ റെഡി ആവട്ടെ? അല്ലെങ്കിൽ വേണ്ട. എന്താ റെഡി ആവാനുള്ളത്? കാറിലിരിക്കാനല്ലേ? മോളെ മമ്മി നിന്നെ കൊണ്ടുപോകാൻ വന്നതല്ല. ഗാഥാ മാഡത്തിന് പകരം കൃഷ്ണ ഇവിടെ ഇല്ലാതെ ഗാഥാ മാഡത്തെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവളെ എങ്ങനെയെങ്കിലും കാലൊരു കെട്ടും വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങോട്ട് വരാമെങ്കിൽ അവളെ കൊണ്ടുവരാൻ എന്താ പ്രശ്നം? മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? എല്ലാരും നമ്മൾ പറയുന്ന കേൾക്കാനും അനുസരിക്കാനും നിൽക്കുവാണോ? ഷോ പിന്നെ അവരനുസരിക്കണ്ടേ? സിത്താര ശ്രീനിവാസനെയും ഗാഥ ശ്രീനിവാസനെയും അവരനുസരിക്കണ്ടേ മമ്മി? മോളെ പെട്ടുപോയ അബദ്ധം എന്താന്ന് എനിക്ക് നിനക്ക് നന്നായിട്ടറിയാം. ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ കാലൊന്ന് ശരിയാവുന്നവരെ. എങ്ങനെയാ മമ്മി? ആ തങ്കവും മോളിക്കുട്ടിയൊക്കെ എന്റെ അടുത്ത് കണക്ക് തീർക്കാം. എനിക്ക് ഒരു നേരം നല്ല ഭക്ഷണം പോലും തരുന്നില്ല. നരകിക്കാ ഞാൻ ഇവിടെ കിടന്ന്. എന്നെ ഇവിടെ ഇട്ടിട്ട് മമ്മി ഇവിടുന്ന് പോയാ മമ്മിക്ക് ചിലപ്പോ സമാധാനം കിട്ടുമായിരിക്കും. ഒരു കണക്കിന് എനിക്ക് സമാധാനം ഇല്ല. സത്യത്തിൽ ഞാനിപ്പോ ഇവിടെ വന്നത് കൃഷ്ണനെ കൂടെ കാണാനായിട്ടാ. ഗാഥാ മാഡം എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് കളരിക്കക്കാര് പറഞ്ഞിരിക്കുന്നത്. സിത്താര മാം അത് വാക്കു കൊടുക്കുകയും ചെയ്തു. അതിന് എനിക്ക് പകരം അവളെ കളരിക്കലേക്ക് അയക്കാൻ വന്നതാണോ മമ്മി? മമ്മി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇനി അവളെ എന്റെ പകരക്കാരിയാക്കാനാണോ മമ്മിയുടെ ഉദ്ദേശം? ഞാനത് അനുവദിച്ചു തരുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യം എന്റെ മോളിന് ചെയ്യില്ല. അവൾ ഇനി ആരുടെയും പകരക്കാരിയാവാനില്ല. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയാൽ മതി. ഈശ്വര, മാഡം സാറ് വന്നു. പെട്ടെന്ന് ഇവിടുന്ന് സാറ് കാണാതെ ഇറങ്ങണം. എങ്ങനെയെങ്കിലും സാറ് കാണാതെ ഇവിടുന്ന് രക്ഷപ്പെടണം മാഡം. മോളെ മമ്മി പോവാണോ? എവിടെങ്കിലും ഒന്ന് മറഞ്ഞു നിൽക്കും മമ്മി. എനിക്ക് മമ്മിയോട് സംസാരിച്ചിട്ട് മതിയായില്ല. മമ്മി ഇവിടുന്ന് എന്നെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോ. മോളെ ഒന്ന് പറയുന്നത് കേക്ക്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. മാഡം വന്നേ മാഡം. പോട്ടെ മോളെ. മമ്മി